Hi friends, welcome to KpeesTech Power Pivot വീഡിയോയുടെ 15ാമത് എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അൺപിവോട്ട് ഡാറ്റ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്സലിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പിവോട്ട് ടേബിളിന്റെ ഔട്ട്പുട്ട് ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ നമുക്ക് റീജിയൻ ഉണ്ട്, മന്ത് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ഔട്ട്പുട്ട് പിവോട്ട് ടേബിളിൽ നിന്ന് കിട്ടി. ഇനി നമുക്കിത് തിരിച്ച് ഒരു പിവോട്ട് ടേബിൾ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റയാക്കി നമുക്ക് അനലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഡാറ്റയിൽ പോയി ഫ്രം ടേബിൾ, ഇപ്പോൾ ഇത് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്രിയേറ്റ് ടേബിൾ ചോദിക്കുന്നു. ഓക്കെ കൊടുത്തു. പവർ ക്വറി എഡിറ്റർ ഓപ്പൺ ആയി വന്നു. ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയി. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട്, ഇത് റീജിയൻ ആണ്, ഇവിടെ മന്ത് ഉണ്ട്. ഈ റീജിയൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അൺപിവോട്ട് കോളംസ്, അൺപിവോട്ട് അതർ കോളംസ്, അൺപിവോട്ട് ഓൺലി സെലക്റ്റഡ് കോളംസ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ ആദ്യത്തെ രണ്ടും എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അൺപിവോട്ട് കോളംസ്, ഈ കോളംസ് ഒക്കെ നമുക്ക് അൺപിവോട്ട് ചെയ്യണം. അതായത് മന്തിൻ്റെ കോളംസ് എല്ലാം അൺപിവോട്ട് ചെയ്യണം. നമ്മൾ അതെല്ലാം സെലക്ട് ചെയ്തു. ഈ റീജിയൻ മാത്രം അവിടെ നിർത്തി അൺപിവോട്ട് കോളം കൊടുത്തു. അപ്പോൾ അത് റീജിയൻ ഒരു കോളത്തിലും ഫുള്ള് വന്നു. ഇവിടെ മന്ത് സെപ്പറേറ്റ് വന്നു, വാല്യൂ ഒരു കോളത്തിൽ വന്നു. ഇനി ഈ വാല്യൂ നമുക്ക് എക്സലിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സലിൽ വന്നു. ഇത് നമ്മളൊരു ഇൻസേർട്ട് പിവോട്ട് ടേബിൾ കൊടുത്താൽ നമുക്കൊരു പിവോട്ട് ടേബിൾ ആക്കി കൺവേർട്ട് ചെയ്യാം. അതിൽ റീജിയൻ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ റീജിയൻ അനുസരിച്ച് അതിൻ്റെ വാല്യൂ ടോട്ടൽസ് എല്ലാം കിട്ടും. ഇത് മന്ത് വൈസ് വേണമെങ്കിൽ മന്ത് വൈസ് കിട്ടും. ഇപ്പം നമുക്ക് ഇവിടെ ഇതല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ഈ സെയിം ടേബിൾ തന്നെ ഫ്രം ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ കോളം സെലക്ട് ചെയ്തു, റീജിയൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അൺപിവോട്ട് അതർ കോളംസ് അങ്ങനെ കൊടുത്താലും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ഇത് ലോഡ് ചെയ്ത് എക്സലിലേക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷനും തിരഞ്ഞെടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ കോളം സെലക്ട് ചെയ്തു, അൺപിവോട്ട് അതർ കോളംസ് കൊടുത്തു, ക്ലോസ് ലോഡ്, എക്സലിലേക്ക് ലോഡ് ചെയ്ത് നമുക്ക് ഈ ഡാറ്റ എല്ലാം കിട്ടി. നമുക്ക് പിവോട്ട് ടേബിൾ എല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ മെയിൻ ഡാറ്റയിൽ നമ്മൾ ഒരു കോളം ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു കോഡ്, സപ്പോസ് നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഈ റീജിയൻ്റെ പേരല്ല വേണ്ടത്, അതിൻ്റെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡാറ്റാബേസിന് ആവശ്യം അതിൻ്റെ കോഡാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ പറഞ്ഞു നമുക്ക് ഇങ്ങനെയല്ല, അതിൻ്റെ കോഡ് വെച്ചിട്ട് വേണം എന്ന് പറയുന്നു. അപ്പോൾ മിഡ് വെസ്റ്റ് NESW എന്നിങ്ങനെ നമ്മൾ അതിൻ്റെ കോഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് എക്സലിൽ പോയിട്ട് ഇത് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. ഇവിടെ അത് ലോഡ് ചെയ്ത് വന്നു. NEW ഇതെല്ലാം വാല്യൂവിൽ കയറി വന്നു. MW NE എന്നുള്ളതെല്ലാം വാല്യൂവിൽ കയറി വന്നു. ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തു, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു, എക്സൽ എല്ലാം ഡിലീറ്റ് ചെയ്തു. മാസ്റ്റർ ഡാറ്റ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി നമ്മൾ വീണ്ടും ഡാറ്റ ഫ്രം ടേബിൾ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കോളംസ് ആണോ അൺപിവോട്ട് ചെയ്യേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് അൺപിവോട്ട് ഓൺലി സെലക്റ്റഡ് കോളംസ് അങ്ങനെ കൊടുത്തു. ഇപ്പോഴും നമുക്ക് അതുപോലുള്ള അൺപിവോട്ട് ഡാറ്റയാണ് കിട്ടിയത്. ഈ ഡാറ്റ നമ്മൾ ക്ലോസ് ആൻഡ് ലോഡ് എക്സൽ കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മാസ്റ്ററിൽ ഇൻസേർട്ട് ടേബിൾ നമ്മൾ 2 കോളം ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു കോളത്തിൽ കോഡ് കൊടുക്കുന്നു, MW NESW. ഇവിടെ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ പേര് സുഭാഷ്, മനോജ്, ശ്യാം, മാധവ്
എന്നിങ്ങനെ പേരെല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഡാറ്റയിൽ പോയിട്ട് ജസ്റ്റ് റിഫ്രഷ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സി, ഇപ്പോൾ ഓരോ ഡാറ്റയുമായി ബന്ധപ്പെട്ട കോഡും അതിൻ്റെ പേരുകളും MW ഹാൻഡിൽ ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് സുഭാഷാണ്. അത് MW ഓരോന്നിൻ്റെയും കോഡ് മാറിയിരിക്കുന്നു. ഇങ്ങനെ ഈ എക്സലിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോളങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താൽ അത് ഇവിടെ ജസ്റ്റ് റിഫ്രഷ് കൊടുത്താൽ ഈ ഡീറ്റെയിൽസ് ഒന്നും അപ്ലോഡ് ആയി വരില്ല. പവർ ക്വറിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ലോഡ് ആയിട്ട് അൺപിവോട്ട് ഡാറ്റ നമുക്ക് പിവോട്ട് സപ്പോർട്ട് ആയിട്ടുള്ള ഡാറ്റയാക്കി മാറ്റാൻ കഴിയുന്നു. ഇതാണ് പവർ ക്വറിയിലെ അൺപിവോട്ട് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്